ഹലോ സ്മാർട്ട് ബി എസ് സി വളരെ സ്വാഗതം. LDC ഫൈനൽ റിവിഷൻ 13ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് പഠിക്കും, പിന്നെ മണ്ണിനെ കുറിച്ച് പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിള്ളേരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമൊക്കെ വേണ്ട സാധനമാണ്. പിന്നെ നമ്മൾ ഫ്രേസൽ വെർബുകൾ SCERT-ലുള്ള കുറച്ച് ഫ്രേസൽ വെർബുകളും പഠിക്കും. നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ വായിച്ച് എഴുതി പഠിച്ചോണം, നമ്മളെ കൂടെ തന്നെ പഠിച്ചെത്തിക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ LDC ബാച്ചാണ്. ഞങ്ങൾക്ക് LDC LGS-നൊക്കെ നമുക്ക് LPUPക്കും ഓൺലൈൻ ബാച്ചുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ലൈവ് ബാച്ചാണ്, റെക്കോർഡ് ക്ലാസ് ഇല്ല. ഓക്കെ ഇല്ല, കിട്ടത്തില്ല. ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. രാവിലെയും ബാച്ചുണ്ട്, വൈകുന്നേരവും ബാച്ചുണ്ട്. ഓക്കെ, രാവിലത്തെ ബാച്ചാണെങ്കിൽ ഫീസ് 700 രൂപയും വൈകുന്നേരത്തെ ബാച്ചാണെങ്കിൽ ഫീസ് 600 രൂപയും. ഓക്കെ, LGS ആണെങ്കിൽ 500 രൂപ മന്ത്ലി ഫീസ്. ഓക്കെ, LGS വൈകുന്നേരം മാത്രമേ ഉള്ളൂ, വൈകുന്നേരത്തെ ബാച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, നമുക്ക് LDCക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. മന്ത്ലി ഫീസുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. 20 രൂപയാണ് ഗ്രൂപ്പിൻ്റെ ഫീസ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് നോട്ടുകൾ, പിന്നെ ഡെയിലി എക്സാംസ്, ഡെയിലി വർക്കൗട്ടുകൾ, അതായത് പ്രീവിയസ് വർക്കൗട്ടും പിന്നെ അല്ലാതെ മലയാളം ഇംഗ്ലീഷ് വർക്കൗട്ടും എല്ലാം നമുക്ക് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. എടാ, കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സ് ഒന്ന് ചോദിച്ച് കുഴപ്പമില്ലല്ലോ, ഷൈൻ ചെയ്യുമല്ലോ നിങ്ങൾ പറഞ്ഞിട്ട്, ഉത്തരം പറഞ്ഞിട്ട്. ഓക്കെ, എടാ, ഇന്ത്യയിൽ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് ചെന്നൈ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സ്പീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ചോദിക്കുന്നത്. ഓക്കെ മോനെ, നോർത്ത് ഈസ്റ്റിൽ ആദ്യത്തെ യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ എവിടെയാ? ആസാം. ഓക്കെ, എടാ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യ മ്യൂസിയം എവിടെ സുബിനെ? ആന്ധ്രാപ്രദേശ്. ഓക്കെ, നിങ്ങൾ അന്നുണ്ടായിരുന്നു? അന്ന് ആരുണ്ടായിരുന്നു? നിങ്ങളുണ്ടായിരുന്ന? ചോദിച്ചാൽ പറയും. അവിടെ ഷമീം പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം എവിടെയാണ്? ഉജ്ജയിനി. ഓക്കെ, ലോകത്തിലാദ്യമായി മൃഗങ്ങൾക്ക് വാക്സിൻ ഡ്രോൺ ഉപയോഗിച്ച് വിതരണം ചെയ്തത് എവിടെയാ? ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, എടാ, ഭിന്നശേഷിക്കാർക്ക്, എടാ പേന ഉണ്ടോ? എടാ പേന, കളർ പേന ഏതെങ്കിലും ഉണ്ടെങ്കിൽ വിജയശേഖര പേന വാച്ചേ. എടാ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? ഭിന്നശേഷിക്കാരെന്ന് വെച്ചാൽ എന്താണ്? വികലാംഗർ അല്ലേ? വികലാംഗരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയൂ. കേരളമല്ല, മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനം? മഹാരാഷ്ട്ര. അപ്പോൾ വികലാംഗർക്ക് വേണ്ടിയിട്ട് പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ, എങ്കിൽ പറഞ്ഞേ, രാജ്യത്തെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ആ സ്ഥലം കണ്ട അച്ചി വേണ്ട. ബ്രില്യന്റ് ബോയ്സ്. കൊച്ചി. എടാ, കൊച്ചിയാണ് രാജ്യത്തെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിൽ. ഈ ചോദ്യം ഉണ്ടായിരുന്നു, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. ഈ പഴഞ്ചൊല്ല് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അല്ല, കൊച്ചിയുടെ മഹാത്മ്യം ഒരു ഓപ്ഷൻ കൊല്ലത്തിന്റെ മഹാത്മ്യം എന്നായിരുന്നു. കൊല്ലത്തിന്റെ ഇവിടെ ഉള്ള ഒരാൾ, പ്രധാനപ്പെട്ട ആൾ, ഇപ്പൊ ജോലിയിലുള്ള ആളാണ്, ജോലിക്ക് കയറിയ ആളാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്ന ഒരാളാണ്. ആളെ പറയാൻ പറ്റത്തില്ല. ആളൊരു വെറൈറ്റിക്ക് വേണ്ടി കൊല്ലത്തിന്റെ മഹാത്മ്യം അടിച്ചു വെച്ചിട്ട് വന്നു. ബിവറേജ് എൽഡിക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അപ്പൊ രാജ്യത്തെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാ? കൊച്ചിയിലാണ്. ഇവിടെ വളരെ കൊച്ചിയാണ്. അപ്പൊ കൊച്ചി കണ്ടതിന് അച്ചി വേണമെന്ന് വെച്ചാൽ എന്താ? അതിന്റെ അടുത്ത് എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ പറയണം? കൊച്ചി കണ്ടതിന് അച്ചി വേണ്ട. കൊച്ചിയുടെ മഹാത്മ്യം ഒരു ഭാര്യയ്ക്ക് തുല്യമാവോ ഒരു നഗരം? പറയൂ, മറുപടി. ഷംന കേട്ടാ? ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഇന്ന് കിട്ടും. അടിച്ചിറക്കി ഇവിടെ വീട്ടിൽ. ഓക്കെ, ശരി. അടുത്ത ആരോഗ്യ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. കൊല്ലം കണ്ട് അത് രണ്ടും, കൊല്ലം കണ്ടത് ഇല്ലം വേണ്ടെന്ന് വെച്ചാൽ എന്താണ്? അത് കൊല്ലത്തിന്റെ മഹാത്മ്യമാണ്. മനസ്സിലല്ലേ? രണ്ടിന്റെ ഇത് ലോജിക്കാണ് മനസ്സിലാവാനല്ലേ. ആയിക്കോട്ടെ, എന്നാലും ഇങ്ങനെയൊക്കെ പഴഞ്ചൊല്ലുണ്ടാകും. നമ്മൾ തിരുവനന്തപുരത്തുള്ള പഴഞ്ചൊല്ലുണ്ടാടേ. നമുക്കുണ്ട്. തെക്കനെ മൂർഖനെ ആദ്യം കണ്ട തെക്കനെ ആദ്യം കൊല്ലണം. നമ്മളെ പഴഞ്ചൊല്ലാണ്. തെക്കനെ മൂർഖനെ ആദ്യം കണ്ട തെക്കനെ ആദ്യം കൊല്ലം. നമ്മളെ വടക്കോട്ടുള്ള ആൾക്കാർ നമ്മളെ പഴഞ്ചൊല്ലാണ്. ഓക്കെ, എന്തൊക്കെ കാണുമെന്നാണ്. ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏഷ്യയിലെ ആദ്യത്തെ ഡ്രോൺ ഡെലിവറി ഹബ്ബ് ആരംഭിച്ച സംസ്ഥാനം? കർണാടക എന്നല്ല. ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കാനായി ഏഷ്യയിലെ ആദ്യത്തെ ഡ്രോൺ ഡെലിവറി ഹബ്ബ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഡ്രോൺ ഡെലിവറി ഹബ്ബ് ആരംഭിച്ച സംസ്ഥാനം ഒരു ക്ലൂ വരാം.
നെഫോളജിയുമായി ബന്ധപ്പെട്ടൊരു പേരാണ്. മേഘാലയ. നെഫോളജി എന്ന് വെച്ചാൽ എന്താണ്? മേഘങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. അപ്പം മേഘാലയ ഏതാണ് വളരെ മേഘാലയ. കാരണം ബ്രില്യൻറ്റ് ബോയ്ഡാ. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലല്ല. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ എത്രത്തോളം വിവരമുണ്ടെന്ന് നോക്കട്ടെ. ആ നഗരം ഇപ്പോൾ ജലം കിട്ടാതെ ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ. ഏട്ടാ നിനക്ക് കിട്ടിയില്ല. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഏട്ടാ. ജലവും അതുപോലെ തന്നെ IPL ട്രോഫിയും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു നഗരമാണ്. ഏതാണ്? ബാംഗ്ലൂർ. ഏട്ടാ ബാംഗ്ലൂരിൽ IPL ട്രോഫിയും ഇല്ല. ഓക്കെ ശരി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് എവിടെയാണ്? അപ്പോൾ അതിന്റെ പേര് 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ്. ഇതൊക്കെ നീ എവിടെ എഴുതി വെക്കും? മൈൻഡിൽ എഴുതി വെക്കും. ചോദിക്കുമ്പോഴും കാണണം കേട്ടാ. ഇന്ന് വീഡിയോ പൗസില്ലാതെ എന്നോട് ചോദിക്കാൻ പോവുകയാണ്. ഏട്ടാ ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ട ഫാം ഏതെന്നറിയാവോ? ആലുവ കേരള സീഡ് ഫാമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ആലുവ സീഡ് ഫാം. ആലുവ കേരള സീഡ് ഫാം. കേരള സീഡ് ഫാം എന്നാണ് അതിൻ്റെ പേര്. അത് എവിടെയാണ് പിള്ളേരെ? ആലുവയിലാണ്. ഈ കാർബൺ ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താണ്ടാ? അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് കാർബണുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കരുത്. അതാണ് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ അല്ല ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ഇത് നമുക്ക് ചോദിച്ചു പ്രീവിയസ് ചോദ്യം കേട്ടോ. ഇന്ത്യയിൽ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ഏതാണ് പിള്ളേരെ? കേരള സീഡ് ഫാം ആലുവ. കേരള സീഡ് ഫാം ആലുവ. ഓക്കെ, അടുത്ത് സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡല്ല, മേഘാലയല്ല. ക്ലൂ തരട്ടാ? പെരിയ വിസിൽ. തമിഴ്നാട്. ഏതാണ്? തമിഴ്നാട് കേട്ടോ. ഓക്കെ, സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ പെരിയ വിസിൽ അറിയത്തില്ലേ? പെരിയ വിസിൽ എന്തിനാ എങ്ക തലേ ധോണിക്ക് പെരിയ വിസിൽ പോടുങ്ക. ഓക്കെ, അപ്പൊ സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് പിള്ളേരെ? തമിഴ്നാട് കേട്ടോ. തമിഴ്നാട്. ഓക്കെ, കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ ഇൻട്രാനേസൽ വാക്സിൻ ഏതാണ്? ഇൻട്രാനേസൽ വാക്സിൻ അത് ഇൻഗോവാക്കാണ് പിള്ളേരെ. ഇൻഗോവാക്കാണ്. ഈ ഇൻട്രാനേസൽ എന്ന് വെച്ചാൽ നേസൽ എന്ന് വെച്ചാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൂക്കുമായി. ഇത് മൂക്ക് വഴി കൊടുക്കുന്ന വാക്സിനാണ് ഏത്? ഇൻഗോവാക്ക് കേട്ടോ. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ ഇൻട്രാനേസൽ വാക്സിൻ ഏതാണ് കുട്ടികളെ? ഇൻഗോവാക്ക്. ഇൻട്രാനേസൽ വാക്സിൻ ഏതാണ്? ഇൻഗോവാക്ക് ആണ് കേട്ടോ. ഇൻഗോവാക്ക്. ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച മണ്ഡലം ഏതാണ്? ധർമ്മടം കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ അത് സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച മണ്ഡലം ഏതാണ്? ധർമ്മടം. ഈ ധർമ്മടം ആരുടെ മണ്ഡലമാണ്? അടുത്ത MLA ആരാണ്? പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമാണ് ഏത്? ധർമ്മടം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം എന്ന നേട്ടം കൈവരിച്ച മണ്ഡലമാണ് ഏത്? ധർമ്മടം. ധർമ്മടം ഒന്ന് കറുപ്പിലാണ് എഴുതിയിരിക്കുന്നത്. സുബിനിപ്പ കട്ട് ചെയ്തു. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നത് എവിടെ? എല്ലാം പഠിച്ചിരിക്കണേ. ഹൈദരാബാദാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ എവിടെയാണ് പിള്ളേരെ? ഹൈദരാബാദ് കേട്ടോ. ഈ പിൻവലിക്കാൻ കഴിയുന്ന സ്വർണ്ണ നാണയത്തിന്റെ മൂല്യം എത്രയെന്നറിയോ? 5 ഗ്രാം വരെ. 0.5 ഗ്രാം മുതൽ 100 ഗ്രാം വരെ പിൻവലിക്കാൻ കഴിയുന്ന സ്വർണ്ണ നാണയത്തിന്റെ മൂല്യം എങ്ങനെയാണ് പിള്ളേരെ? 0.5 ഗ്രാം മുതൽ 100 ഗ്രാം ഇടാം. 100 ഗ്രാം വരെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയർ സെക്ഷൻ. നമുക്കൊന്ന് നോക്കാം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. രാജ്യത്തെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം? സഹകരണ കയറ്റുമതി വെച്ചാൽ എന്താണ്? കോപ്പറേറ്റീവ് മേഖലയുള്ള കയറ്റുമതി കേന്ദ്രം. അതെവിടെയാണ്? കൊച്ചിയാണ് കേട്ടോ. ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏഷ്യയിലെ ആദ്യത്തെ ഡ്രോൺ ഡെലിവറി ഹബ്ബ്? മേഘാലയ. മുകളിലാണ്. അപ്പോൾ ഡ്രോൺ വേണ്ടത് മുകളിൽ നിന്നാണ് അല്ലേ? അപ്പോൾ മേഘാലയ. ഓക്കെ, ഇന്ത്യയിൽ അത് 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ്? 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ അത് കാർബൺ ന്യൂട്രൽ ഫാം? ആലുവ കേരള സീഡ് ഫാം. ആലുവ കേരള സീഡ് ഫാം. സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ
ഇൻട്രാ നേസൽ വാക്സിൻ, ഇൻകോ വാക്സിൻ, അതായത് മൂക്ക് വഴി കൊടുക്കുന്ന വാക്സിൻ കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം നേട്ടം കൈവരിച്ച മണ്ഡലം ധർമ്മട. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ ഗോൾഡ് ATM നിലയിൽ വന്നത് എവിടെയാ? ഹൈദരാബാദ്. പിൻവലിക്കാൻ കഴിയുന്ന സ്വർണ്ണത്തിന്റെ മൂല്യം 0.5 ഗ്രാം മുതൽ 100 ഗ്രാം വരെ. 0.5 ഗ്രാം മുതൽ 100 ഗ്രാം വരെ. ഓക്കെ. ഇത്രയും ചോദ്യത്തിന് ഉത്തരം ഒറ്റയ്ക്ക് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഓക്കെ, ഒരു പൗസ് ഇടാം. അതിന് ആരാണ് പറയണമെന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചോ. ആരാണ് ഷൈൻ ചെയ്യാൻ പോണത്? ഇത്രയും ചോദ്യം ഉത്തരം പറഞ്ഞ് ഷൈൻ ചെയ്യണം. നിങ്ങൾ അതിന് ഷൈൻ ചെയ്യുന്നുണ്ടോ? നീ ഷൈൻ ചെയ്തത് എന്ന് നീയാണല്ലോ ഷൈൻ ചെയ്യുന്നത്. ഓക്കെ. എടാ, നിൻ്റെ അടുത്ത് ആരോ ഡൗട്ട് വെച്ചിട്ടുണ്ട്. അതായത് നീ ഈ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്നത് പ്രായം കൂടിയവർക്കല്ലേ മുൻഗണന, പ്രായം കുറച്ച് നിനക്ക് എങ്ങനെ കിട്ടിയെന്നാണ്. ഒന്ന് മറുപടി കൊടുക്കാവോ? നല്ല പ്രായമുണ്ട്. പ്രായം കൂടിയവർക്കാണ് മുൻഗണന, സ്ത്രീകൾക്കാണ് അതിനേക്കാൾ മുൻഗണന, ഭിന്നശേഷിക്കാർക്കാണ് അതിനേക്കാൾ മുൻഗണന. നമുക്ക് ഏറ്റവും പിന്നിലാണ്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെയൊക്കെ പ്രിഫറൻസ് ഒക്കെ ഉണ്ടെന്ന്. ഞാനൊരു രസത്തിന് വേണ്ടി കേരളത്തിൽ 5 ജില്ലകൾ അങ്ങ് കൊടുത്തതുകൊണ്ട് എനിക്ക് കോട്ടയത്താണ് ആദ്യം ജോലി കിട്ടിയത്, വീട്ടിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്ത്. അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജില്ല മാറ്റി വെച്ചാൽ കിട്ടുന്നതാണ്. പെൺകുട്ടികൾക്ക് ഇത് മുൻഗണന കൂടുതലാണ് കേട്ടാ. ഓക്കെ, ശരി. അപ്പോൾ നീ എന്നെ പറ. അവൻ മൊത്തത്തിൽ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നീ ഇങ്ങനെ ഇരിക്കും. പറ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം? ധർമ്മടം. ഇന്ത്യയിൽ ആദ്യത്തെ ഗോൾഡ് ATM? ഹൈദരാബാദ്. മൂല്യം? 0.5 ഗ്രാം മുതൽ 100 ഗ്രാം വരെ. ഓക്കെ. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ ഇൻട്രാനേസൽ വാക്സിൻ? ഇൻകോവാക്ക്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ 3D ബയോ പ്രിന്റിംഗ് സെന്റർ ഓഫ് എക്സലൻസ് നിലയിൽ വന്നത്? ബാംഗ്ലൂർ. ഇന്ത്യയിൽ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം? കേരള സീഡ് ഫാം ആലുവ. സ്വന്തമായി ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനം? തമിഴ്നാട്. ഓക്കെ. ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഏഷ്യയിൽ ആദ്യ ഡ്രോൺ ഡെലിവറി ഹബ്ബ് ആരംഭിച്ചത്? മേഘാലയ. രാജ്യത്തെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം? കൊച്ചിയിലാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ആയല്ലോ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത് നമുക്ക് ടോപ്പിക്ക് പഠിക്കാവേ. ശരി പിള്ളേരെ, നിങ്ങൾക്ക് പറയാൻ പറ്റിയാ? വേണ്ട, നിങ്ങൾ ഷൈൻ ചെയ്യണ്ട, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ. പിള്ളേരെ കാര്യം നീയും. നമ്മൾ പഠിക്കാൻ പോകുന്നത് മണ്ണിനെ കുറിച്ചാണ്. മണ്ണ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പരീക്ഷകളിൽ കേട്ടോ. മണ്ണെന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ. മണ്ണിന് വേണ്ടി എന്ന കൃതി എഴുതിയാണെന്നറിയാമോ? AKG ആണ്. മണ്ണിന് വേണ്ടി എന്ന കൃതി എഴുതിയത് ആരാണ്? AKG ആണ്. മണ്ണിന് വേണ്ടി എന്ന കൃതി എഴുതിയത് AKG. ഓക്കെ, ശരി. അടുത്ത ഫാദർ. ഈ മണ്ണിന് ഇംഗ്ലീഷ് എന്ന് പറയും? സോയിൽ. ഓക്കെ. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി ആരാണ്? ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി ആരാണ്? ഇംഗ്ലീഷാണ് വായിക്കാൻ പറ്റില്ലല്ലേ? JW ലീതർ. ആരാണ് പിള്ളേരെ? JW ലീതർ. അപ്പോൾ ആരാ JW ലീതർ? പറ. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി ആണ് ആര്? JW ലീതർ. ആരാണ് JW ലീതർ? പേര് മറക്കോ? പേര് പറയണം. JW ലീതർ. ഓക്കെ. ഇനി എന്താണ് പെഡോജെനസിസ്? ജനിക്കുക എന്ന് പറഞ്ഞാൽ രൂപം കൊള്ളുക അല്ലേ? അപ്പൊ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഏത്? പെഡോജെനസിസ്. എന്താണ് കുട്ടികളെ? പെഡോജെനസിസ്. അപ്പൊ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് എന്ത്? പെഡോജെനസിസ്. ഓക്കെ. അപ്പൊ എന്താണ് പെഡോളജി? മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് എന്ത്? പെഡോളജി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ പെഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഗവേഷകൻ. മണ്ണ് ഗവേഷകൻ പറയുന്ന പേരാണ് എന്ത്? പെഡോളജിസ്റ്റ്. എന്താണ്? പെഡോളജിസ്റ്റ്. അപ്പൊ 3 പഠിച്ചല്ലോ. പെഡോജെനസിസ് എന്ന് വെച്ചാൽ എന്താണ്? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. ഓക്കെ. പെഡോളജി എന്ന് പറയുന്നത് എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം. ഓക്കെ. പെഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന, അല്ലെങ്കിൽ മണ്ണ് ഗവേഷകനെ പറയുന്ന പേരാണ് എന്ത്? പെഡോളജിസ്റ്റ്. മഴക്കോളുള്ളതാണ് ചൂട് കൂടുതൽ, ഭയങ്കര ചൂട്. എടാ, ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം ഒന്ന് പറഞ്ഞേ. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം. ഒന്നുകൂടാ. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം. ഇത് വെച്ചിട്ടാണ് മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ വെച്ചിട്ടാണ്ടാ? ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം. ഓക്കെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മണ്ണിന് എന്ത് ചെയ്യുന്നത് പിള്ളേരെ? ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ. അത് എങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? അത് നമ്മൾ ഇന്ത്യൻ മണ്ണിനെ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എക്കൽ മണ്ണൽ. എന്താ പിള്ളേരെ? എക്കൽ മണ്ണൽ. എക്കൽ മണ്ണിന് നമ്മൾ എന്താ പറയും? അലൂവിയൽ സോയിൽ എന്ന് പറയും. പിള്ളേരെ അലൂവിയൽ സോയിൽ കേട്ടോ. അപ്പോൾ എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽ. എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽ കേട്ടോ. നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കുക അലൂവിയൽ സോയിൽ എക്കൽ മണ്ണാണെന്ന്. അലുവ പോലെ ഇരിക്കുമോ? അലുവ പോലെ ഇരിക്കുന്ന മണ്ണ് ഏതാണ്? അലുവ നമ്മൾ ചവയ്ക്കാതെ നമുക്ക് എക്കിൾ വരുന്നില്ല, ഓർത്താൽ മതി. എക്കൽ എന്തെങ്കിലും ഓർത്ത എനിക്ക്. എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ കേട്ടോ. അലൂവിയൽ സോയിൽ. ഓക്കെ. കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് അറിയാതിരിക്കില്ല. കറുത്ത എന്ന് വെച്ചാൽ കറുപ്പ്. എന്തടേ?
ബ്ലാക്ക്. സത്യവാ ലുബി വിവാദങ്ങൾ എടുത്തിട്ടരുത് അല്ലേ? ആ അമ്മച്ചി കണ്ട് കൊടുക്കാനുള്ളതാണ്. എന്നാലും നമ്മുടെ ക്ലാസ് അല്ലേ? ഓക്കെ. കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ. എന്താണ് ബ്ലാക്ക് സോയിൽ? കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ. ഓക്കെ, ശരി. അടുത്ത് ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്. എന്താണ് വളരെ ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്. അപ്പൊ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഇന്ത്യയിൽ കാണപ്പെടുന്ന. ഏതാണ്? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്. ഓക്കെ. അടുത്ത് ചെങ്കൽ മണ്ണ്. വളരെ ചെങ്കൽ മണ്ണ്. ഈ ചെങ്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഏതാണ് വളരെ ലാറ്ററൈറ്റ് മണ്ണ്? ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത് വരണ്ട മണ്ണ്. ഏതാണ് വരണ്ട മണ്ണ്? വരണ്ട മണ്ണെന്ന് വെച്ചാൽ എന്താണ്? വരണ്ടാത്ത മണ്ണ. വരണ്ട മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിടെന്ന് പറയും. അരിട്, ARID, അരിടെന്ന് പറയും കേട്ടോ. അരിട് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണ്ട മണ്ണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 5 പറഞ്ഞു. നമ്മൾ എക്കൽ മണ്ണ് പറഞ്ഞു, കറുത്ത മണ്ണ് പറഞ്ഞു, ചുവപ്പും മഞ്ഞയും ഉള്ളത് പറഞ്ഞു, ചെങ്കൽ മണ്ണ് പറഞ്ഞു, വരണ്ട മണ്ണ് പറഞ്ഞു. ഓക്കെ. അടുത്ത് ലവണ മണ്ണ്. ഏതാണ്? ലവണ മണ്ണ്. പറഞ്ഞേ, ലവണ മണ്ണ്. അടുത്ത് ലവണ മണ്ണെന്ന് വെച്ചാൽ എന്താണ്? സലൈൻ സോയിൽ എന്ന് പറയും കേട്ടോ. എന്താണ്? സലൈൻ സോയിൽ. ഓക്കെ. അടുത്ത് പീറ്റ് മണ്ണ്. എന്താണ്? പീറ്റ് മണ്ണ്. വനമണ്ണ്. എന്താണ്? വനമണ്ണ്. ഓക്കെ. അപ്പം ലാസ്റ്റ് പറഞ്ഞ 3 ലവണ മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്. പറ. ലവണ മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്. ഇതാണ് ലാസ്റ്റ് പറഞ്ഞ 3 കേട്ടോ. ഓക്കെ. അപ്പോൾ ഓരോന്നിട്ട് പറ. 1 എക്കൽ മണ്ണ്, 2 കറുത്ത മണ്ണ്, 3 ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ്, 4 ചെങ്കൽ മണ്ണ്, 5 വരണ്ട മണ്ണ്, 6 ലവണ മണ്ണ്, 7 പീറ്റ് മണ്ണ്, 8 വനമണ്ണ്. ഓക്കെ. അപ്പോൾ ഇതാണ് 8 തരത്തിലുള്ള മണ്ണുകൾ. മനസ്സിലായി? 8 തരത്തിലുള്ള മണ്ണുകൾ. ഓക്കെ. എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് ക്ലാസ് എഴുതിയിരിക്കുന്നത്? ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിനെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്? പഠിക്കേണ്ടതുണ്ട്. ലോക മണ്ണ് ദിനം ഏതാണ്? ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ലോക മണ്ണ് വർഷം ഏതാണ്? 2015 എന്ത്? ലോക മണ്ണ് വർഷം. അപ്പോൾ 2015 മണ്ണ് വർഷവും ഡിസംബർ 5 എന്താണ്? മണ്ണ് ദിനവുമാണ്. ഡിസംബർ 5 എന്താണ് പിള്ളേരെ? മണ്ണ് ദിനവുമാണ്. സെറ്റല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അല്ലേ? അതെ. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാരണം സെറ്റാണ്. ഇനി നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? എക്കൽ മണ്ണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ 8 മണ്ണിന്റെ പേരെന്ന് പറഞ്ഞ് അതിൽ ഒന്ന് ഷൈൻ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ആദ്യം പറഞ്ഞ മറ്റേ കുറച്ച് പഠനങ്ങൾ അതൊക്കെ പറഞ്ഞല്ലോ, അതും താങ്കൾ എന്നെ പറഞ്ഞ് ഷൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, ശരി. ഒന്ന് പോസിറ്റ് അതിന് ഷൈൻ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി, ലീതർ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ? ഓക്കെ. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം? മണ്ണ് ഗവേഷകൻ? എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? ഓക്കെ. അങ്ങനെ എത്രയായിട്ട് ഇന്ത്യൻ മണ്ണ് 8 പറ. എക്കൽ മണ്ണ്, വരണ്ട മണ്ണ്, ചെങ്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, മഞ്ഞ നിറത്തിലുള്ള മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്. എത്രണ്ണായി? 7 അല്ല 6. 6. വനമണ്ണ് പറഞ്ഞ. ഓക്കെ. കറുത്ത മണ്ണ്, ചെമ്മണ്ണ് പറഞ്ഞു. ചുവന്ന മണ്ണ്, മഞ്ഞ നിറത്തിലുള്ള പറഞ്ഞു. അതിന് ചെമ്മണ്ണായി പറഞ്ഞത്. ചെങ്കൽ മണ്ണ് പറഞ്ഞു. വരണ്ട മണ്ണ് പറഞ്ഞു. വനമണ്ണ് പറഞ്ഞു. ലവണ മണ്ണ്. ഓക്കെ. അദ്ദേഹം ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പം ലോക മണ്ണ് ദിനം പറഞ്ഞു. എത്രയാണ്? ഡിസംബർ 5. മണ്ണ് വർഷം പറഞ്ഞു. എത്രയാണ്? 2015. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അലുവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ്. ഓക്കെ. എടാ 5 പോയിന്റ് ഇപ്പോൾ പറഞ്ഞു തരും കേട്ടോ. 5 പോയിന്റ് ചറപറ പഠിച്ചോണം. ഓക്കെ. ആർക്കൊക്കെ ഓർമ്മ ഉണ്ട്? ഞാൻ ഈ 5 പോയിന്റ് ഒരു തവണ മാത്രം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ തിരിച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക്. ഒരു തവണ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് കേട്ട് നിങ്ങൾ മെമ്മറിലോട്ട് എടുത്തിട്ട് 5 പോയിന്റ് തിരിച്ച് പറയാൻ പറ്റും. ആരെ കൊണ്ട് പറ്റുമോ നോക്കാം. വെളിയിരിക്കുന്ന അകത്തിരിക്കുന്ന ആരെ കൊണ്ട് പറ്റും നോക്കാം. ഓക്കെ. ഞാൻ ആദ്യത്തെ പോയിന്റ് പറയാൻ വേണ്ടി ഒരു തന്നെ പറയത്തുള്ളൂ. ഇപ്പം നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങൾ എഴുതിക്കൂടാ. ഓക്കെ. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ്. ഒന്നാമത്തെ പോയിന്റാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പറയത്തില്ല. 2 രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണ്. ഓക്കെ. 3 നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണാണിത്. 3 പോയിന്റ് പറഞ്ഞു. ഓക്കെ. 4 ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലും ഇവ കാണപ്പെടുന്നു. ഓക്കെ. 5 എക്കൽ മണ്ണിൻ്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ആര് പറയും? 5 പറയണം. ഞാൻ ഒറ്റ തവണ പറയുന്നുള്ളൂ. ആരെ കൊണ്ട് പറ്റും? പറഞ്ഞോളൂ. നദീതീരങ്ങളിലും പടിഞ്ഞാറൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിലുമാണ് ഈ സാധനം കാണപ്പെടുന്നത്. ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 42%
ഇതാണ്. നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വരുന്ന സെഡിമെന്റ്സ് അടിഞ്ഞാണ് ഈ എക്കൽ മണ്ണ് ഉണ്ടാവുന്നത്. പിന്നെ ഉപദ്വീപീയ ഇന്ത്യയിൽ കിഴക്കൻ തീരസമതലങ്ങളിലും നദീ താഴ്വരകളിലും ഒക്കെ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഇളം ചാരം നിറം മുതൽ കടും ചാര നിറം വരെയാണ് ഈ മണ്ണിന്റെ നിറം. പറഞ്ഞു മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു തവണ കേട്ടാലും കാര്യം പഠിക്കാൻ പറ്റും. അതെങ്ങനെ നമ്മൾ മെമ്മറിയിട്ട് എടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ മെമ്മറി പവർ എന്ത് ചെയ്യണം? ബൂസ്റ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടിക്കണം. ഒന്നാമത്തെ പോയിന്റ് കാരണം നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ശ്രദ്ധ കൊടുത്താൽ കിട്ടും സാധനം. ഓക്കെ. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് ഏത്? അപ്പൊ എവിടെ കാണപ്പെടുന്നു? നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നു. ഓക്കെ. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനം? 42% കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന നിക്ഷേപിക്കപ്പെടുന്ന മണ്ണാണിത്. ആരാണ്? നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വരുന്ന നിക്ഷേപിക്കപ്പെടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഓക്കെ. ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മണ്ണ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപദ്വീപീയ മേഖല, ഉപദ്വീപീയ നമുക്കറിയാം, ഉപദ്വീപീയ ഇന്ത്യ അറിയാലോ. നമ്മുടെ ഗുജറാത്ത് ആ ഒരു ഭാഗം തൊട്ട് താഴോട്ടുള്ളതാണ് നമ്മൾ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. മധ്യപ്രദേശിനൊക്കെ താഴോട്ടുള്ള ഭാഗത്തിൽ നമ്മൾ എന്ന് പറയുന്നത് ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലും ഇവ കാണപ്പെടുന്നു. ഇവ എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. എക്കൽ മണ്ണിന്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ കാണപ്പെടുന്നു. 5 പോയിന്റ് പഠിച്ചില്ലേടാ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞേ നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കേട്ടോ. ഓക്കെ. അതായത് 42% എന്താണ്? എക്കൽ മണ്ണാണ്. നദികളും അരുവികളും ഒഴുക്കിക്കൊണ്ട് വന്നാണ് ഈ മണ്ണ് എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കപ്പെടുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? ഉപദ്വീപീയ മേഖലയില് കിഴക്കൻ തീരത്തും പിന്നെ നദീ താഴ്വാരങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ മണ്ണ് കാണപ്പെടുന്നു. മനസ്സിലായില്ലേ? ലാസ്റ്റ് പറഞ്ഞത് ഇളം ചാരനിറം മുതൽ കടും ചാരം നിറം വരെയാണ് ഈ മണ്ണിന്റെ നിറം വരുന്നത്. അപ്പോൾ 5 പോയിന്റ് നിങ്ങൾ പഠിച്ചില്ലേടാ? 5 പോയിന്റ് പഠിച്ചു. ഓക്കെ. നമുക്ക് ഇനി 6ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഓക്കെ. നിക്ഷേപത്തിന്റെ കനം, തരികളുടെ വലിപ്പം, പക്വമാകാൻ എടുക്കുന്ന സമയം എന്നിവയെ ആശ്രയിച്ചാണ് ഇതിന്റെ നിറം രൂപപ്പെടുന്നത്. മനസ്സിലായ? നമ്മൾ നിറം എങ്ങനെ പറഞ്ഞു? നിറം എങ്ങനെയാ പറഞ്ഞ വളരെ? ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ നിറം വരാന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ആ നിറം എങ്ങനെയാണ് വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ 1 നിക്ഷേപത്തിന്റെ കനം, ഈ ഒഴുകിക്കൊണ്ട് നിക്ഷേപിക്കുന്ന അതിന്റെ കനം. ഓക്കെ. 2 തരികളുടെ വലിപ്പം, പിന്നെ പക്വമാകാൻ എടുക്കുന്ന സമയം. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ചക്ക പഴുക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ചക്കയല്ലല്ലോ, വേറെ പറയാൻ അമാങ്ങ. ചക്ക എപ്പോഴും മച്ചായിട്ട് തന്നെ ഇരിക്കുമല്ലേ? മാങ്ങയാകുമ്പോൾ നിങ്ങൾക്ക് കളർ ഉണ്ടാകും. മാങ്ങ നമ്മളിങ്ങനെ പഴുക്കുന്നതനുസരിച്ച് എൻ്റെ കളർ ഇങ്ങനെ കൂടി വരത്തില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇത് പക്വമാകുന്നതനുസരിച്ച് എന്തെങ്കിലും കളറ് മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്തൊക്കെയാണ് നമ്മൾ എക്കൽ മണ്ണിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? നിക്ഷേപത്തിൻ്റെ കനം, തരികളുടെ വലിപ്പം, പക്വമാകാനെടുക്കുന്ന സമയം. ഓക്കെ. എക്കൽ മണ്ണ് കൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. എക്കൽ മണ്ണാണ് കൃഷിക്ക് വ്യാപകമായി എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തുന്നത്. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ പറഞ്ഞുതരാം. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, കരിമ്പുണ്ട്, പുകയിലയുണ്ട്, എണ്ണക്കുരുക്കൾ. മനസ്സിലായ? ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിച്ചു ഏതൊക്കെ? നെല്ല്, ഗോതമ്പ്, കരിമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. പറ. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. അപ്പോൾ ഇതൊക്കെയാണ് എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ. മനസ്സിലായല്ലോ? ഓക്കെ. ചെറിയണം. ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ്. ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ്, അതായത് നമ്മുടെ ബംഗാൾ ഭാഗത്ത് വരുന്ന മണ്ണ്. ഓക്കെ. ഏത് കൃഷിക്ക് അനുയോജ്യമായിരിക്കും? നമ്മൾ ഈ പറയാത്തതിലൊന്നതാണ് മോനെ. അതിനെ ബംഗാൾ മേലെ എടുത്തു പറഞ്ഞു. ഏതാണ്? ചണം. ഓക്കെ. അപ്പൊ ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ എക്കൽ മണ്ണ് എന്ത് കൃഷിക്ക് അനുയോജ്യമാണ്? ചണം കൃഷിക്ക് അനുയോജ്യമാണ് കേട്ടോ. പൊട്ടാഷ് സമ്പന്നവും അതേസമയം ഫോസ്ഫറസ് ശുഷ്കവുമായ മണ്ണാണ് ഇത്. മനസ്സിലായില്ലേ? ധാരാളം പൊട്ടാഷ് ഇവിടെയാണ്. പോയിട്ടോ. ഓക്കെ. പൊട്ടാഷ് സമ്പന്നവും അതേസമയം എന്താണ്? ഫോസ്ഫറസ് കുറവുമാണ്. അതായത് പൊട്ടാഷ് കൂടുതലുണ്ട്, ഫോസ്ഫറസ് എന്താണ്? കുറവുമായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. അപ്പോൾ എക്കൽ മണ്ണിനെ കുറിച്ചുള്ള 8 പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ. 8 അല്ലല്ലോ പറഞ്ഞത്, നമ്മൾ 10 പറഞ്ഞു. ആദ്യം പറയാം എന്താ?
നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഓക്കെ. അവിടെ രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയിൽ എത്ര ശതമാനം? 42% കാണപ്പെടുന്ന മണ്ണിനും ഏതാണ്? എക്കൽ മണ്ണാണ്. നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഓക്കെ. ഉപദ്വീപീയ മേഖലയിലും കിഴക്കൻ തീരപ്രദേശത്തും ഉപദ്വീപീയ മേഖലയിൽ കിഴക്കൻ തീരപ്രദേശത്തും നദീ താഴ്വരങ്ങളിലും എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. എക്കൽ മണ്ണിന്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരനിറം വരെ എന്ത് ചെയ്യാം? കാണപ്പെടുന്നുണ്ട്. ഈ നിറത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപത്തിന്റെ കനം വരുന്നുണ്ട്, തരികളുടെ വലിപ്പമുണ്ട്, പക്വമാകാൻ എടുക്കുന്ന സമയവുമുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. പ്രധാനപ്പെട്ട കൃഷി പറഞ്ഞു നെല്ല് ചെയ്യും, ഗോതമ്പ് ചെയ്യും, കരിമ്പ് ചെയ്യും, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവ എന്ത് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ലോവർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് എന്ത് കൃഷിക്ക് അനുയോജ്യമാണ്? ചണ കൃഷിക്ക് അനുയോജ്യമാണ്. പൊട്ടാഷ് കുറവ്, ഫോസ്ഫറസ് കൂടുതൽ. ഓക്കെ. ഇത്ര മനസ്സിലായല്ലോ. ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ച് പഠിച്ചേ. പിന്നെ എത്ര മിനിറ്റാണ് ഗേൾസ്? നിങ്ങളാണ് ഓരോ പ്രത്യേകത പറയേണ്ടത് കേട്ടോ. എക്കൽ മണ്ണിന്റെ ആദ്യം വിജിഷനെ തുടങ്ങിക്കൊണ്ടും പറ, നോക്കാതെ പറ. 40% എളുപ്പത്തിൽ പിടിച്ചവള്. 42% ആദ്യം പറഞ്ഞവള്. ഓക്കെ. അടുത്ത ശമനം എണ്ണം പറ. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നു. ഇവരെണ്ണം പറയാത്തവണ്ണം പറ. നിക്ഷേപിക്കുന്നു. നദികൾ അരികളും വഹിച്ചു നിക്ഷേപിക്കുന്നു. കറക്റ്റാണ്. ഓക്കെ. സുദർശന ഒരു വലിയൊരു പോയിന്റ് നോക്കി എഴുതാൻ കിട്ടും. പൊട്ടാഷ് സമ്പന്നവും ഫോസ്ഫറസ് കുറവ്. ഓക്കെ. അടുത്ത് രാഖി പറ. ഇളം ചാരനിറം മുതൽ കടും ചാരം വരെ. ഓക്കെ. 5 പോയിന്റ് പറഞ്ഞു. ഷമീമേ? ഉപദ്വീപീയ ഇന്ത്യയിൽ കിഴക്കൻ തീരത്തും നദികളുടെ താഴ്വരയിലും കാണപ്പെടുന്നു. സുബിനെ? ഒരു സാധനം കൂടെ പറയാനുണ്ട്. കരിമ്പ് എന്നിവ കൃഷി ചെയ്യുന്നു. ഓക്കെ. ഇനി 3 പോയിന്റ് ഉണ്ട്. ഇനി ഒന്ന്, ഈ നിറത്തിന്റെ വ്യത്യാസം വരുന്നത് നിക്ഷേപത്തിന്റെ കനം, പിന്നെ തരികളുടെ വലിപ്പം, പാകമാകാൻ എടുക്കുന്ന സമയം. ഇത് ആണ് നിറത്തിന്റെ വ്യത്യാസം വരുന്നത്. ഓക്കെ. ലോവർ ബംഗാളിലെ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ. അത് അവിടെ കൃഷിയായിട്ട് പറഞ്ഞല്ലോ. ഓക്കെ. ഇനി അടുത്ത കുറച്ച് പോയിന്റ്സ് പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടോണേ. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും ഫലപുഷ്ടയായ മണ്ണ് ഏതാ? ഏറ്റവും ഫലപുഷ്ടയായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. ഓക്കെ. ഇത് ഞാൻ ഇതുപോലെ കുറച്ച് പോയിന്റ് ഒറ്റ തവണ പറഞ്ഞു തന്നിട്ട് ഞാൻ ചോദിക്കാം അടുത്തെങ്കിൽ കേട്ടോ. ആനന്ദ് പറയണ്ട ഇത്തവണ, ഇപ്രാവശ്യം വേറെ ആളാണ്. ഓക്കെ. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. എഴുതാനൊന്നും പറ്റില്ല. ഞാൻ 10 ഈ പോയിന്റെല്ലാം ഒന്ന് പറഞ്ഞു തരും, എന്നിട്ട് പറയിപ്പിക്കും. എത്ര പോയിന്റ് നോക്കട്ടെ. 1, 2, 3, 4, 7 പോയിന്റ് ഉണ്ട്. ഓക്കെ. 7 പോയിന്റാണ് ചലഞ്ച് നിൽക്കുന്നത്. ഓക്കെ. ശരി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചലഞ്ച് ആദ്യം പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഓക്കെ. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിനം. ഓക്കെ. ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണിനം. മൈൻഡിലോട്ട് എടുത്തോണം. ഓക്കെ. അടുത്ത് പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനം. ഓക്കെ. ശരി. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷ്. എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു നൈട്രജൻ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. 7 പോയിന്റ് ആരാണ് പറയാൻ പോകുന്നത്? 7 പോയിന്റ് പറയണം എക്കൽ മണ്ണിനെ കുറിച്ച്. അനന്തുവിനെ ഞാൻ ഇത് ഡീബാർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തിന്. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കല്ലേ. അത് പറയും സുദർശന. വേറെ ഇതൊക്കെ ചെറിയ കാര്യം, ഇതൊക്കെ വേറെ ആരെങ്കിലും പറയട്ടെ. ഞാൻ വലിയ മറ്റേ എസ് വല്ല ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ആര് പറയും? ഷമീൻ പറഞ്ഞു നോക്കണോ? ഇല്ല. ഓക്കെ. സുമീൻ പറഞ്ഞു നോക്കണ? വിജിഷ പറഞ്ഞു നോക്കണ? ആര്യാ? ഷംന? അതിലേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു. ഇതിലേറ്റവും കാണപ്പെടുന്നു. ഫലപുഷ്ടമായത്. ഏറ്റവും കൂടുതലുള്ള പൊട്ടാഷ്, കുറവ് ഏറ്റവും കൂടുതൽ പൊട്ടാഷ്, നൈട്രജൻ. 4. പഞ്ചാബ്, ഹരിയാന സമുദ്രത്തിലും ഗംഗാ സമുദ്രത്തിലും കാണപ്പെടുന്നു. പിന്നെ 1, 2 ബ്രഹ്മപുത്ര താഴ്വര. കുഴപ്പമില്ല. 5 2 പോയിന്റ് ഉണ്ട്. ഫലപുഷ്ടി പറഞ്ഞു. അതുപോലെ വേറെ സാധനം. ഫലപുഷ്ടി ഉണ്ടെങ്കിൽ എന്ത് കൂടും?
ആ ഉൽപാദന ക്ഷമത ലാസ്റ്റ് പോയിന്റ്. ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഷൈൻ ചെയ്തിരിക്കുകയാണ്. വേറെ ആർക്കും കൊടുക്കാം. ഓർത്തോട്ടെ. സിമ്പിൾ പോയിന്റ്, സിമ്പിൾ പോയിന്റ്. അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് പറയാൻ പറ്റുന്നത്. ഏറ്റവും നെല്ല്. ഒരു നെല്ല് ക്ലൂ കൊടുത്ത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. 7 പോയിന്റ് പഠിച്ചില്ലേ പിള്ളേരെ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര. ബ്രഹ്മപുത്ര താഴ്വര. പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര ഇവിടങ്ങളെ കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ്. ഓക്കെ, അടുത്ത് എക്കൽ മണ്ണിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷ്. കുറവ് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫോസ്ഫറസ് കുറവാണെന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ഫോസ്ഫറസ് നമ്മൾ മണ്ണിന് ആവശ്യമല്ല, കൃഷിക്ക് ആവശ്യമായ സാധനമാണ്. പക്ഷേ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് നൈട്രജനാണ്. അതിന് വളരെ നൈട്രജനാണ് കേട്ടോ. നൈട്രജൻ ഏറ്റവും കുറവ് കാണപ്പെടുന്നത്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണും ഏതാണ്? എക്കൽ മണ്ണ്. അപ്പോൾ ഇത്രയും കാലമാണ് എക്കൽ മണ്ണിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ പല ടോപ്പിക്കും എനിക്കറിയാം, നമ്മൾ പകുതി എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കി നമ്മൾ എടുക്കും കേട്ടോ. നമ്മളൊരു കുറച്ച് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കി എടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 15 ക്ലാസ് നമ്മൾ ആയതിനു ശേഷം 15 ക്ലാസ് നമ്മൾ 15 ടോപ്പിക്ക് എടുക്കും. അതിനുശേഷം എൻ്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് പോകും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇത് 12ാമത്തെ ഇല്ലേ? 13 ക്ലാസ്സാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാം, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, അതും എടുത്തേ. ഇവിടെ നമ്മൾ SCERT എന്നുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രശ്നമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ ആക്കും. ഓക്കെ, ആദ്യം ബ്രിങ് ബാക്ക്. ബ്രിങ് ബാക്ക്, ബ്രിങ് ബാക്ക്, ബ്രിങ് ബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? മകനീ മടങ്ങി വരും. ബ്രിങ് ബാക്ക് റിട്ടേൺ അല്ല, ഗെറ്റ് ബാക്കിലും ബ്രിങ് ബാക്കിലും റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ, മനസ്സിലായ? ബ്രിങ് ബാക്ക് റിട്ടേണും പറയാം, റീ ഇൻട്രൊഡ്യൂസും പറയാം, മനസ്സിലായ? തിരികെ കൊണ്ടുവരിക, മനസ്സിലായ? ഓക്കെ, അപ്പോൾ ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? റിട്ടേൺ. റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ്? തിരികെ വരിക. അതുപോലെ റീ ഇൻട്രൊഡ്യൂസും പറയാം, റീ ഇൻട്രൊഡ്യൂസ്. ഓക്കെ, അപ്പോൾ ബ്രിങ് ബാക്ക് പഠിച്ചല്ലോ. ബ്രിങ് ബാക്ക് എന്താണ്? റിട്ടേൺ അല്ലെങ്കിൽ റീ ഇൻട്രൊഡ്യൂസ്. റിട്ടേൺ അല്ലെങ്കിൽ റീ ഇൻട്രൊഡ്യൂസ്. ഓക്കെ, ബ്രിങ് ഡൗൺ. കുറയ്ക്കുക. കുറയ്ക്കുക വെച്ചാൽ എന്താണ്? റെഡ്യൂസ്. ബ്രിങ് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? കുറയ്ക്കുക എന്ന് വെച്ചാൽ റെഡ്യൂസ്. റെഡ്യൂസ് ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്, മനസ്സിലായ? അതായത് ഒന്നുകിൽ അധികാരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ തോൽക്കുക. അപ്പം രണ്ടർത്ഥം വരുന്നുണ്ട്. ഒന്നെന്താണ്? റെഡ്യൂസ് എന്ന് വരുന്നുണ്ട്. റെഡ്യൂസ്. റെഡ്യൂസ് എന്താണ് ഉള്ളവരെ? നമ്മൾ പറയാം ആ വോളിയം ഒന്ന് റെഡ്യൂസ് ചെയ്തേ പറയത്തില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെന്ത് വേണം? ബ്രിങ് ഡൗൺ ദ വോളിയം എന്ന് പറയണം കേട്ടോ, മനസ്സിലായ? ഓക്കെ, അതായത് എന്താണ്? റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്, മനസ്സിലായി? ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്, അതും ഏത് വരും? ബ്രിങ് ഡൗൺ വരും. രണ്ടെണ്ണം പഠിച്ചില്ലേ? പറ. ബ്രിങ് ബാക്ക് എന്ന് വെച്ചാൽ റിട്ടേൺ അല്ലെങ്കിൽ റീ ഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് അല്ലെങ്കിൽ ലൂസ് പവർ ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്. ഓക്കെ, കാളറ്റ്. സ്ഥിരം പഠിക്കുന്ന കാര്യമാണ് കാളറ്റ്. കാളറ്റ് എന്താ? വിസിറ്റ് എ പ്ലേസ്. സ്ഥിരം ചോദിക്കുന്നതാണ്, നമുക്ക് സ്ഥിരം അറിയാന്നുള്ള കാര്യം തന്നെ. കാളറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിസിറ്റ് എ പ്ലേസ്. കാളറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിസിറ്റ് എ പ്ലേസ്. വിസിറ്റ് എ പ്ലേസ്. ഓക്കെ, കോൾ ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് എ പേഴ്സൺ. ആ പേഴ്സന്റെ ഓർഡറിന് എടുത്ത് വെച്ചോണം കേട്ടാ. കോൾ ഓൺ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? വിസിറ്റ് എ പേഴ്സൺ. കാളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. 4 പഠിച്ചല്ലോ? പഠിച്ചോ? 4 പഠിച്ചോ? പഠിച്ചു. 4 പറയും. പുറത്തുനിന്ന് നമുക്ക് പറയിപ്പിക്കാം. ബിജിഷ ചോദിക്കട്ടോ? ഓക്കെ, ഗെറ്റ് ബാക്ക് അല്ല ബ്രിങ് ബാക്ക് പറഞ്ഞേ. റിട്ടേൺ അല്ലെങ്കിൽ റീ ഇൻട്രൊഡ്യൂസ്. ഓക്കെ, ബ്രിങ് ഡൗൺ പറഞ്ഞേ. തോൽക്കുക. ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്. ഓക്കെ, അടുത്ത കോളറ്റ്. കോൾ ഓൺ. ഓണും പേഴ്സണും ഓർത്ത് വെച്ചോണ്ടോ? കോൾ ഓൺ വെച്ചാൽ വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ, അടുത്ത ക്യാരി ഓൺ. കണ്ടിന്യൂ. ക്യാരി ഓൺ. ക്യാരി ഓൺ വെച്ചാൽ എന്താണ്? കണ്ടിന്യൂ. ക്യാരി ഓൺ നമ്മൾ മെസ്സേജ് കേൾക്കാറുണ്ട്. ഇപ്പം യു ക്യാരി ഓൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യു ക്യാരി ഓൺ, നിന്റെ കാര്യം നടക്കട്ടെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഓക്കെ, കാമുകന്മാർ കാമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ കാമുക റീപ്ലൈ ചെയ്യാതെ വേറെ ചാറ്റിന് നമ്മൾ പറയും ക്യാരി ഓൺ എന്ന് പറയും. ആയിരിക്കാം. അറിയത്തില്ല. നീ ഈ മുഖം മൊഴി ഫേക്കാണ്, ഫേക്ക് കണ്ടസ്റ്റന്റ് ആണ്. ഓക്കെ, ക്യാരി ഓൺ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? കണ്ടിന്യൂ. ക്യാരി ഓൺ വെച്ചാൽ കണ്ടിന്യൂ. അടുത്ത് ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? അതിനതില്ല. ഓക്കെ, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. നമ്മളൊരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആക്കി നമ്മൾ, മനസ്സിലായ? ക്യാരി ഔട്ട്. ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ഓക്കെ, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ക്യാരി ഔട്ട് പറ പിള്ളേരെ. ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ഓക്കെ, അടുത്ത് 2 കൂടെ. ഗെറ്റ് അക്രോസ്.
ഗെറ്റ് അക്രോസ്. മനസ്സിലാക്കിക്കുക. അതിനെ കൺവേ ചെയ്യുക കേട്ടോ. ഗെറ്റ് അക്രോസ് കൺവേ കേട്ടോ. കൺവേ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. കൺവേ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന കൺവേ അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കി തരയില്ലേ മോനെ? ഓക്കെ, ഇവന്റെ മുഖം മുടി നമ്മൾ വലിച്ചെറിയില്ലേ ഇവിടെ? ഓക്കെ, ഗെറ്റ് അക്രോസ് ഗെറ്റ് അക്രോസ് കൺവേ എന്താണ് പിള്ളേരെ? കൺവേ, ഗെറ്റ് അക്രോസ് കൺവേ. ഓക്കെ, ഗെറ്റ് അവേ. നിങ്ങൾ എന്നിൽ നിന്നും ഗെറ്റ് അവേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എസ്കേപ്പ് കറക്റ്റ് ആണ്. അത് പറഞ്ഞത് കണ്ട എസ്കേപ്പ്. ഗെറ്റ് അവേ എന്താണ് പിള്ളേരെ? എസ്കേപ്പ്. ഗെറ്റ് അവേ എസ്കേപ്പ്. ഓക്കെ, അന്ന് ബാലരാജിന് പോയപ്പോൾ ക്ലാസ്സിൽ പോലും വരാത്ത പല ആൾക്കാരും പിള്ളേരെ കൊണ്ട് ആരാണോ എന്തോ. ഓക്കെ ശരി. സുദർശനാണ് പോയി ചിക്കനൊക്കെ തീത്തത്. ഓക്കെ, ഞാൻ 8 എണ്ണം പറഞ്ഞു തരാൻ പോവുകയാണ്. 8 എണ്ണം ഒന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും. ഓക്കെ, പിള്ളേരെ ബ്രിങ് ബാക്ക് പറ. റിട്ടേൺ അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഡൗൺ പറഞ്ഞേ. റെഡ്യൂസ് ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്. ഓക്കെ, കോൾ അറ്റ് പറഞ്ഞേ. വിസിറ്റ് എ പ്ലേസ്. ഓക്കെ, കോൾ ഓൺ പറഞ്ഞേ. വിസിറ്റ് എ പേഴ്സൺ. ക്യാരി ഓൺ പറഞ്ഞേ. കണ്ടിന്യൂ. ക്യാരി ഔട്ട് പറഞ്ഞേ. ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ഓക്കെ, ഗെറ്റ് അക്രോസ് പറഞ്ഞേ. കൺവേ ടു കൺവേ. ഓക്കെ, അടുത്ത് ഗെറ്റ് അവേ എസ്കേപ്പ്. ഓക്കെ, 8 എണ്ണം ആർക്ക് പറയാൻ പറ്റും? ആര്യക്ക് പറയാൻ പറ്റുമോ? കുടുംബശ്രീയുടെ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ്. ബ്രിങ് ബാക്ക്. റിട്ടേൺ റീഇൻട്രൊഡ്യൂസ്. ഓക്കെ, ബ്രിങ് ഡൗൺ. ഓക്കെ, കോൾ അറ്റ്. കോൾ ഓൺ. ഓക്കെ, ക്യാരി ഓൺ. കണ്ടിന്യൂ. ഓക്കെ, ക്യാരി ഔട്ട്. ക്യാരി ഔട്ട് ചെയ്യുന്ന നോക്കാൻ എന്താണ്? ഡു ആൻഡ് കംപ്ലീറ്റ് ടാസ്ക്. നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഒരു കാര്യം. ഓക്കെ, അടുത്ത് ഗെറ്റ് അക്രോസ്. കൺവേ ചെയ്യുക. ഗെറ്റ് അവേ. എവേ എന്ന് വെച്ചാൽ നമ്മൾ ദൂരോട്ട് പോയില്ലേ, ഓടി രക്ഷപ്പെട്ടു. ഗെറ്റ് അവേ. ഓക്കെ, ഇന്നാ ഞാൻ പറ്റിച്ചാടാ ഏപ്രിൽ ഫുൾ ആയിട്ട്. എന്ത് പറ്റി? അയൽക്കൂട്ടത്തിൽ ബർത്ത്ഡേ. അടിപൊളി. അത് അതെങ്ങനെ രക്ഷപ്പെടും ഇനി? ഒരു പ്രസിഡന്റ് ക്ലിയർ ആണല്ലോ പിള്ളേർ? ഓക്കെ, നോക്കിയോ? ഇനി അടുത്ത് ബാക്കി ഏട്ടൻ പഠിക്കണം. ഇങ്ങോട്ട് മിണ്ടായിക്കണം. ഒരു സകലം സമയം കിട്ടിയ ഗെറ്റ് ബാക്ക് പറ. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രിങ് ബാക്കും ഗെറ്റ് ബാക്കും ഒരേ അർത്ഥം വരുമെന്ന് പറഞ്ഞു. എന്താണ്? ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്ടേൺ. എന്താണ്? റിട്ടേൺ. ഓക്കെ, റിട്ടേൺ വേണ്ട. ഓക്കെ, ഗെറ്റ് റിഡ് ഓഫ് പറ. ഗെറ്റ് റിഡ് ഓഫ്, ഒഴിവാക്കുക. ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ഒഴിവാക്കുക എന്ന് വെച്ചാൽ എന്താണ്? എലിമിനേറ്റ് ചെയ്യുക. എന്താണ്? എലിമിനേറ്റ്. ഇപ്പൊ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരില്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ? അപ്പൊ ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? എലിമിനേറ്റ് ചെയ്യുക. ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? എലിമിനേറ്റ്. ഓക്കെ, റിഡ് എലിമിനേറ്റ്. റിഡ് ഓഫ് എലിമിനേറ്റ് നമുക്കിങ്ങനെ ഓർത്തിരിക്കാം. റിഡ് ഓഫ് എലിമിനേറ്റ്. എലിയ റാറ്റ് ഓഫ് ആയിരുന്നു എളുപ്പമായിരുന്നു. റിഡ് ഓഫ്. ഇത് റിഡ് ഓഫ് എങ്ങനെ നീ കൊടുത്ത് കണക്ഷൻ കമൻറ്റ് ചെയ്യണേ പിള്ളേരെ. ഗെറ്റ് റിഡ് ഓഫ് എലിമിനേറ്റ് ആണെന്ന്. ഓക്കെ, എൻ്റെ കണക്ഷൻ അങ്ങോട്ട് വർക്കാം. എനിക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ ഞാൻ കണക്ഷൻ ഉണ്ടാക്കത്തുള്ളൂ. മനസ്സിലായി? എനിക്കൊരു കാര്യം മനസ്സിലായില്ലേ ഞാൻ എന്ത് ചെയ്യും? കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കും. എനിക്ക് മനസ്സിലാവുന്ന കാര്യമൊക്കെ എന്ത് ചെയ്യാറില്ല, കണക്ഷൻ ഉണ്ടാക്കാറില്ല. ഓക്കെ, കണക്ഷൻ ആലോചിക്കാനുള്ള സമയം കിട്ടില്ല. ഇപ്പം മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഇവ ഉണ്ടാക്കണ കുറേ മണ്ടത്തരങ്ങൾ കാണും. ഗെറ്റപ്പ് എന്ന് വെച്ചാൽ എണീക്കുക. റൈസ് ഉണ്ട്. റൈസ് എന്ന് വെച്ചാൽ എണീക്കുക. റൈസ്. പിന്നെ ലീവ് ബെഡ് കേട്ടോ. ലീവ് ബെഡ് രണ്ടും ഉണ്ട്. ഗെറ്റപ്പ് നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ പറയില്ലേ ഗെറ്റപ്പ് മോനെ, ഗെറ്റപ്പ് മോളെ നിങ്ങൾക്ക് പറയത്തില്ലേ? പറയാറില്ലേ? കുട്ടികളില്ല. കുട്ടികളാകുമ്പോൾ പറയണം കേട്ടോ. പിന്നെ ഇനി കുട്ടികളാണ് ഞാൻ പറയണത്. ഗെറ്റപ്പ് മോനെ അല്ല. ഗെറ്റപ്പ് എന്ന് വെച്ചാൽ റൈസ് ലീവ് ബെഡ് കേട്ടോ. റൈസും വരുന്നുണ്ട്, ലീവ് ബെഡും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഗീവ് അപ്പ്. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നെവർ ഗീവ് അപ്പ് എന്നൊക്കെ നമ്മൾ മോട്ടിവേഷൻ പറയണില്ല. നെവർ ഗീവ് അപ്പ് എന്ന് വെച്ചാൽ ഒരിക്കലും വിട്ട് കൊടുക്കരുത്, തോറ്റ് കൊടുക്കരുത് അല്ലേ. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക കേട്ടോ. അബണ്ടൻ. ഓക്കെ, ABNDON.
DON അബണ്ടൻ. ഓക്കെ, ഇതിന്റെ അബദ്ധം ഒന്നും എഴുതുന്നത്. ഒന്നുമില്ല കേട്ടോ. ഗീവ് അപ്പ് അബണ്ടൻ. എന്താണ് അബണ്ടൻ? ഉപേക്ഷിക്കുക. ഗീവ് അപ്പ് എന്താണ് ഉള്ളത്? അബണ്ടൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഓക്കെ. ലോങ് ഫോർ. ലോങ് ഫോർ ആഗ്രഹം. ലോങ് ഫോർ എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ഫോർ എന്ന് വെച്ചാൽ ടു വിഷ്. എന്താണ്? ടു വിഷ്. ഓക്കെ, ടു വിഷ്. ലോങ് ഇങ്ങനെ ഓർത്താൽ ലോങ് എന്ന് വെച്ചാൽ കുറേ നമ്മൾ പറയാം കുറേ ലോങ് ആയിട്ടുള്ള ആഗ്രഹമാണെന്ന് പറയത്തില്ലേ? കുറേ കാലം കൊണ്ടുള്ള ആഗ്രഹമാണെന്നൊക്കെ പറയാം. അപ്പോൾ ലോങ് ഫോർ എന്ന് വെച്ചാൽ എന്താണ്? ടു വിഷ്. ലോങ് ഫോർ എന്ന് വെച്ചാൽ ടു വിഷ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച 5 ഒന്ന് പറയാണ്. ഗെറ്റ് ബാക്ക് പറഞ്ഞേ. ഗെറ്റ് ബാക്ക് ആയാലും ബ്രിങ് ബാക്ക് ആയാലും റിട്ടേൺ ആണ് കേട്ടോ. ഓക്കെ. ഗെറ്റ് റിഡ് ഓഫ് എന്താണ്? എലിമിനേറ്റ് ആണ്. എലിമിനേറ്റ്. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് അല്ലെങ്കിൽ ലീവ് ബെഡ്. ഓക്കെ. ഗീവ് അപ്പ് എന്ന് വെച്ചാൽ അബണ്ടൻ. അബണ്ടൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ലോങ് ഫോർ എന്ന് വെച്ചാൽ ടു വിഷ്. ലോങ് ഫോർ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ടു വിഷ്. നാളെ പഠിക്കാം. ഓക്കെ. പുട്ട് അക്രോസ്. പുട്ട് അക്രോസ്. കമ്മ്യൂണിക്കേറ്റ്. എന്താണ് പിള്ളേരെ? കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? പറഞ്ഞേ. കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അക്രോസ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ. അടുത്ത പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് വെച്ചാൽ വെയർ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ. മനസ്സിലായി? പുട്ട് ഓൺ അല്ലെങ്കിൽ വെയർ, പിന്നെ സ്വിച്ച് ഓണും പറയാറുണ്ട് കേട്ടോ. പുട്ട് ഓൺ എന്ന് വെച്ചാൽ എന്താണ്? വെയർ, നമ്മൾ ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുക. ഓക്കെ. പുട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയറും ഉണ്ട് സ്വിച്ച് ഓണും ഉണ്ട്. പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ടോളറേറ്റ്. എന്താ മീനിങ്? മലയാളത്തിൽ പറയാം എന്താ? ടോളറേറ്റ് എന്ന് വെച്ചാൽ സഹിക്കുക. എന്താണ്? സഹിക്കുക. ഞാൻ ഇപ്പോൾ ടോളറേറ്റ് ചെയ്യില്ല നിന്നെയൊക്കെ. അതുപോലെ പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ടോളറേറ്റ്. സഹിക്കുക. ഓക്കെ. അടുത്ത റേക്ക് അബൌട്ട്. റേക്ക് അബൌട്ട്. റേക്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക കേട്ടോ, തിരയുക. ടു സെർച്ച് ഫോർ. എന്താണ്? ടു സെർച്ച് ഫോർ. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരയുന്നതിനാണ് എന്ത് പറയുന്നത്? റേക്ക് അബൌട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റേക്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ പിള്ളേരെ ടു സെർച്ച് ഫോർ. റേക്ക് അബൌട്ട് എന്താണ്? ടു സെർച്ച് ഫോർ. റേക്ക് അബൌട്ട് എന്താണ്? ടു സെർച്ച് ഫോർ. ഓക്കെ. അപ്പോൾ പഠിച്ചല്ലോ. ഓക്കെ, ശരി. അപ്പം ഞാൻ ഈ 15, 16, 17 ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ ചോദിക്കും. ഓക്കെ, ശരി പിള്ളേരെ. ബ്രിങ് ബാക്ക് എൻ്റെ കൂടെ പറ. ബ്രിങ് ബാക്ക്, റിട്ടേൺ അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ്. ബ്രിങ് ഡൗൺ എന്ന് വെച്ചാൽ റെഡ്യൂസ് ടു ലൂസ് പവർ ഓർ ഡിഫീറ്റഡ്. ഓക്കെ. കോൾ ഇറ്റ് വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ. ക്യാരി ഓൺ, കണ്ടിന്യൂ. ക്യാരി ഔട്ട്, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ഓക്കെ. ഗെറ്റ് അക്രോസ്, കൺവേ. ഓക്കെ. ഗെറ്റ് അവേ, എസ്കേപ്പ്. ഓക്കെ. ഗെറ്റ് ബാക്ക്, റിട്ടേൺ. ഗെറ്റ് റിഡ് ഓഫ്, എലിമിനേറ്റ്. ഗെറ്റ് അപ്പ്, റൈസ്, ലീവ് ബെഡ്. ഓക്കെ. ഗീവ് അപ്പ്, അബണ്ടൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഓക്കെ. ലോങ് ഫോർ ടു വിഷ്. പുട്ട് അക്രോസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അക്രോസ്. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ്. പുട്ട് ഓൺ, വെയർ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ. ഓക്കെ. അടുത്ത് പുട്ടപ്പ് വിത്ത് അപ്പ്, ടോളറേറ്റ്. റേക്ക് അബൌട്ട്, ടു സെർച്ച് ഫോർ. ഓക്കെ. റേക്ക് അബൌട്ട് തന്നെയാണ് അതിൻ്റെ സ്പെല്ലിങ്. റേക്കുന്നില്ല. ഓക്കെ, ശരി. പോസിറ്റേ. സുദർശന എടുത്തിട്ട് 5 ചോദിക്കാൻ പോകുന്നു. സുദർശന. ഓക്കെ. ബ്രിങ് ബാക്ക് പറ. റിട്ടേൺ. എന്നാ ഗെറ്റ് ബാക്ക് പറ. റിട്ടേൺ. ഓക്കെ. കാളറ്റ് പറ. വിസിറ്റ് എ പ്ലേസ്. വിസിറ്റ് എ പ്ലേസ്. ഓക്കെ. കോൾ ഓൺ ആപ്പിഴ്. വിസിറ്റ് എ പ്ലേസ്. 5 ആയാ? അതാ പോ. ഓക്കെ. അടുത്ത ആകാ പോകേണ്ടത്. ആക്ക് പോകണ്ട. ഓക്കെ, ശരി. അപ്പോൾ എവിടെ നിന്ന് പറ. എടാ ബ്രിങ് ഡൗൺ പറയണം മോനെ. റെഡ്യൂസ്. ഓക്കെ. ക്യാരി ഓൺ പറയടാ. സുബിനെ ക്യാരി ഔട്ട് പറ. ഓക്കെ. ഡു ആണ് കംപ്ലീറ്റ് ടാസ്ക്. ഇവിടെ ഗെറ്റ് അക്രോസ് പറ. കൺവേ. അവിടെ ഗെറ്റ് അവേ പറഞ്ഞേ. എസ്കേപ്പ്. ഇവിടെ ഗെറ്റ് ബാക്ക് പറഞ്ഞേ. റിട്ടേൺ. ഓക്കെ. ഗെറ്റ് റിഡ് ഓഫ് പറഞ്ഞേ. ആര്യാ? എലിമിനേറ്റ്. ഗെറ്റപ്പ് പറഞ്ഞേ. ഇവിടെ രാഗി. ഗെറ്റപ്പ് അവൻ ഞാൻ എറിഞ്ഞ് എൻ്റെ ഫോണായി. ടു ലീവ് ബെഡ് ഓർ റൈസ്. ഓക്കെ, ശരി. എടാ മോനെ ഗീവ് അപ്പ് പറയടാ. അബണ്ടൻ. ഓക്കെ. എടാ ലോങ് ഫോർ പറഞ്ഞേ. ടു വിഷ്. ഓക്കെ. പുട്ട് അക്രോസ്. പിന്നെ പുട്ട് ഓൺ പറഞ്ഞേ. വേറെ സ്വിച്ച് ഓൺ. പുട്ടപ്പ് വിത്ത് പറഞ്ഞേ. ടോളറേറ്റ്. റേക്ക് അബൌട്ട് പറഞ്ഞേ. ടു സെർച്ച് ഫോർ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. അപ്പം
വീണ്ടും കാണുന്നവരൊക്കെ ടാറ്റ. നല്ലൊരു നോട്ടൊക്കെ പഠിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, റിവിഷൻ 5 ക്ലാസ് കഴിയുമ്പോൾ 5 വീഡിയോ കഴിയുമ്പോൾ ഒരുമിച്ച് നമ്മൾ ഗ്രൂപ്പിൽ നടത്തുന്നതാണ്. കാരണം റിവിഷൻ നടത്തിയിട്ടും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് റിവിഷൻ അറ്റൻഡ് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യുന്ന ഒരു മാർക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ഒരു 25 പേരെങ്കിലും മാർക്ക് ഇട്ടാൽ മാത്രമേ നമ്മൾ ഇനി റിവിഷൻ യൂട്യൂബിൽ നടത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ, പൊക്കോ.